മലയോര കർഷകരെയും അതുപോലെ തന്നെ അധ്വാനിക്കുന്നവരെയും ഒപ്പം ചേർത്താണ് കെ.എം. മാണി തൻ്റെ അധ്വാനവർഗ സിദ്ധാന്തം അത് എല്ലാ തരത്തിലും പ്രായോഗികമാക്കി പാർട്ടി എന്ന രീതിയിൽ എക്കാലത്തും തനിക്കും തൻ്റെ സന്തതി പരമ്പരകൾക്കും സുഖലോലിപമായി ജീവിക്കാനുള്ള വലിയ തോതിലുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു അടിത്തറയാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയത്. എന്നാൽ കെ.എം. മാണിക്ക് ശേഷം കാലിടറി ജോസ് മോന്. ആ പാർട്ടി കുളം തോണ്ടുന്ന രീതിയിലേക്ക് നാമാവിശേഷമായി മാറിക്കഴിഞ്ഞു. വാസ്തവത്തിൽ കെ.എം. മാണി 1965 പാലായിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ, അതിനു മുമ്പ് അദ്ദേഹം കോട്ടയം DCCയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരള കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം കേരള കോൺഗ്രസ് ആയിരുന്നില്ല. കേരള കോൺഗ്രസുമായി ഒരു പുലബന്ധം പോലും കെ.എം. മാണിക്ക് ഉണ്ടായിരുന്നില്ല. കേരള കോൺഗ്രസിൽ കെ.എം. മാണി എത്തിയത് സീറ്റിന് വേണ്ടി മാത്രമായിരുന്നു, ഒരു സീറ്റ് മോഹിയായി എത്തി എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്ന ചരിത്രമാണ്. പിന്നീട് 54 കൊല്ലം തുടർച്ചയായി കെ.എം. മാണി പരാജയം എന്താണെന്ന് അറിയാതെ ജയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മാണി സി കാപ്പൻ്റെ വരവോടുകൂടി ജോസ് കെ മാണിക്ക് തട്ടകം നഷ്ടപ്പെട്ടു. പാലായിലേക്ക് ഇനി ഒരു മത്സരത്തിന് ഇല്ല എന്ന് ജോസ് കെ മാണി അടിയുറച്ച് പറയുകയാണ്. അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും മാണി സി കാപ്പൻ ഉള്ളിടത്തോളം കാലം ഇനി മാണി സി കാപ്പൻ മാത്രമേ ജയിക്കുകയുള്ളൂ. കെ.എം. മാണി രാഷ്ട്രീയപരമായി വെട്ടിപ്പിടിച്ച മണ്ഡലം മാണി സി കാപ്പൻ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് തിരികെ പിടിച്ചെടുത്തത്. അതിന് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളുടെ വിയർപ്പുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത്രയും മികച്ച രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ഹോംവർക്ക് നടത്തിയാണ് മാണി സി കാപ്പൻ ആ മണ്ഡലം തൻ്റേതാക്കി മാറ്റിയെടുത്ത് അവിടെ അത് ശക്തമായ ഒരു കോട്ടയാക്കി അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. പല ഒരു UDF കോട്ട തന്നെയാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. എന്നാൽ ജോസ് കെ മാണിയെ ഒരു കാരണവശാൽ എന്ത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും UDFയിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് ഒരു കാലത്തും തയ്യാറാവില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. കോട്ടയം ലോക്സഭ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് 90,000-ലധികം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുകയും മാണി കോൺഗ്രസിലെ തോമസ് ചാഴിക്കാടനെ തകർത്ത് എറിയുകയും ചെയ്തത് ഈ ഒരൊറ്റ വികാരം കൊണ്ടാണ്. കോട്ടയത്ത് ഇനി കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനം കാണില്ല, പാലാ നഗരസഭയിൽ ഇനി മെമ്പർമാർ പോലും കാണില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇടുക്കിയിലും കോട്ടയത്തുമായി ജോസഫ് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം എല്ലാ തരത്തിലും വരുന്നു എന്ന് മനസ്സിലാക്കിയാണ് ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും കാഞ്ഞിരപ്പള്ളി MLA ആയ N ജയരാജും ഇടുക്കി MLA ആയിട്ടുള്ള റോഷി അഗസ്റ്റിനും ഒക്കെ മാണി കോൺഗ്രസ് വിടാൻ ഒരുങ്ങുന്നത്. വാസ്തവത്തിൽ ജോസ് കെ മാണിയെ തള്ളി പറയുന്നതിൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷേ ഇന്നിൻ്റെ രാഷ്ട്രീയം ആണ് അവർക്ക് ഉചിതം. അതുകൊണ്ടാണ് കടുത്തുരുത്തി MLA മോൻസ് ജോസഫും അപ്പു ജോസഫും ജോസഫ് ഗ്രൂപ്പുമായി സഹകരിക്കുന്നതിൻ്റെ ഒരു പാലം വെട്ടി തുറന്ന് UDFയിലേക്ക് കയറാൻ അവർ സജ്ജമാകുന്നത്.